ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയൊരു വർക്ക് ഉണ്ട് കേട്ടോ. അതായത് കേക്ക് ഉണ്ടാക്കണ ചേച്ചി, നിങ്ങൾക്കറിയാലോ എൻ്റെ വ്ളോഗിൽ ഞാൻ കുറേ വട്ടം ഇട്ടിട്ടുണ്ട്. വിന്നി ചേച്ചിയുടെ അവിടെ നമുക്ക് വിന്നി ചേച്ചിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോണത്. ചെറിയൊരു വർക്കാണ്, ഗസ്റ്റ് ലുക്കാണ്. ചേച്ചി ഒന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പോകണമെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഓട്ടോയിലാവും. കാറ് ഇവിടെ ഉണ്ട്, പക്ഷെ അത് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ആൾ വേണം. സാപ്പി ഇന്നലെ പുലർച്ചെ വന്നിട്ട് ഇപ്പോൾ സാപ്പിക്ക് 9 മണിക്ക് തന്നെയാണ് വർക്ക്. അപ്പോൾ നോക്കി നോക്കട്ടെ എങ്ങനെയാണ് പോകണമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഒരു ട്രോളി മാത്രമേ കൊണ്ടുപോകണുള്ളൂ. ഹെയർ ചേച്ചി കെട്ടണമൊന്നുമില്ല. അപ്പോൾ ഫേസിനും പിന്നെ സാരിയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മാത്രമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ വേഗം അത് ചെയ്യട്ടെ. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രോളി സെറ്റാക്കാം. സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം വലിച്ചു വാരി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ ട്രോളി മാത്രമാണ് കൊണ്ടുപോകണുള്ളൂ. അപ്പോൾ സാരി ഉടുക്കാനുള്ള പിന്ന്, അതുപോലെ ഹെയർ ഓപ്പൺ ഹെയർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്ട്രൈറ്റ്നർ, അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ് കൊണ്ടുപോകണുള്ളൂ. അപ്പോൾ അത് ഞാൻ വലിയ ട്രോളിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. എല്ലാം കൂടി ഒന്നിലാക്കി കൊണ്ടുപോകാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഞാനിതാ വലിയ ട്രോളിയിൽ നിന്നൊക്കെ ഇതിലേക്ക് ആക്കിയിട്ട് അത് അടച്ചു വെക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഈ യെല്ലോ ട്രോളി, അതാണ് വലിയ ട്രോളി. അപ്പോൾ അതിൽ ഫുള്ള് ഹെയറിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. ഈ ചെറിയ ട്രോളിയിൽ ഫേസിൻ്റെയും, ചെറിയ ട്രോളി എന്ന് പറയുമ്പോൾ ഈ യെല്ലോ ട്രോളിനേക്കാളും കുറച്ച് ചെറുതല്ലാണ്ട് നല്ല ചെറുതൊന്നല്ല കേട്ടോ. ഇത്രയൊക്കെ സാധനങ്ങൾ വേണം നമുക്കൊരു ബ്രൈഡിനെ മേക്ക് ഓവർ ചെയ്ത് ഇറങ്ങാൻ. ഇതിലും കുറച്ച് സാധനങ്ങൾ കുറവാണ് കേട്ടോ. നമ്മളിപ്പോൾ തുടങ്ങിയ കാരണം കുറച്ചേശ്ശെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലർ വിചാരിക്കും ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു ബ്രൈഡിനെ ഒരുക്കി ഇറക്കാൻ. ഇതിൽ കൂടുതൽ സാധനങ്ങൾ വേണം ഗൈസ്. അപ്പോൾ ഞാൻ അതൊക്കെ ഓരോന്നായി സെക്ഷൻ തിരിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഡ്രയറും അതുപോലെ സ്ട്രൈറ്റ്നറൊക്കെ റെഡിയാക്കി വെച്ച് എൻ്റെ സാധനങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇതാ ആമ്പറും ഇവിടെ കിടന്ന് മുട്ട് കുത്തി പുറത്തേക്ക് പോകാനുള്ളൊരു ഉദ്ദേശമാണ് കേട്ടോ. അപ്പോൾ മുട്ട് കുത്തി എല്ലായിടത്തേക്കും എത്തും, പിടിച്ച് നിന്ന് നടക്കാൻ നോക്കും. അതിന് ശേഷം ഞാൻ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് ഇതാ ഓട്ടോ വന്നിട്ടാണ്. നമ്മൾ ഓട്ടോയിലാണ് പോണത്. കാരണം ഇന്ന് നമ്മുടെ കൂടെ കാർ ഓടിക്കാൻ വേറെ ആരും ഇല്ല. എല്ലാവരും വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോയിക്കാണ്. അപ്പോൾ ഞാനിതാ ഓട്ടോയിലാണ് കേട്ടോ പോണത്. ഓട്ടോ നല്ല സ്പീഡുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഓട്ടോയിൽ പോകുമ്പോൾ ഭയങ്കര കുലുക്കായിരിക്കില്ല. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ, ഒരു കയ്യിൽ എൻ്റെ ട്രോളി, പിന്നെ റിംഗ് ലൈറ്റ്, അതിൻ്റെ സ്റ്റാൻഡ്, ഇതൊക്കെ ഏറ്റിട്ടാണ് ഗൈസ് ഞാൻ പോണത്. അങ്ങനെ നമ്മൾ വിനിയേച്ചിയുടെ അവിടെ എത്തി. അപ്പോൾ ഫസ്റ്റ് ഞാൻ സാരി ഉടുപ്പിച്ചു. സാരി ഉടുത്തതിന് ശേഷം മേക്കപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. മേക്കപ്പ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ചേച്ചി പറയണ പോലെ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാരണം മേക്കപ്പ് അധികം യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. സിമ്പിളായിട്ട് തന്നെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഫേസിൽ ആദ്യം മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി അപ്ലൈ ചെയ്യാണ്. ഫേസിൽ മോയ്സ്ചറൈസറൊന്നും ഇടാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മോയ്സ്ചറൈസറും അതുപോലെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മൂപ്പരാൾ. ഇതൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നല്ലൊരു സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ മൂപ്പരാളുടെ. അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തന്നെ ഭയങ്കര സുഖമായിരുന്നു. കാരണം പ്രത്യേകിച്ച് പിമ്പിൾസോ അതുപോലെ കുഴി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു ക്ലിയർ സ്കിന്നായിരുന്നു. അപ്പോൾ മൂപ്പരാൾ എൻ്റെ അടുത്ത് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഇതെന്താ അതെന്താ ഇതൊക്കെ കണ്ടിട്ട് മൂപ്പരാൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഇത്രയൊക്കെ സാധനങ്ങളുണ്ടോ? ഞാൻ ഈ ഒരു ട്രോളിയായിട്ട് വരുമ്പോൾ തന്നെ മൂപ്പരാൾ ഇതൊക്കെ എന്തിനാ, ഇതൊക്കെ എന്നെ ചെയ്യാനാണോ എന്നാണ് കേട്ടോ ചോദിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ പ്രൈമറൊക്കെ ഇട്ട് കൊടുത്തു. ചെയ്തത് ഫുള്ളായിട്ട് ഇതിൽ കാണിക്കണമെന്നില്ല. കാരണം നമ്മുടെ വീഡിയോ നല്ല ലോങ് ആയിട്ട് പോകും. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് മേക്ക് ഓവർ വ്ളോഗിലൊക്കെ ഇടാം കേട്ടോ. പിന്നെ എന്താ ഫൗണ്ടേഷൻ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ സെറ്റിംഗ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫേസിലൊക്കെ ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ നന്നായി ബ്ലെൻഡ് ചെയ്താക്കണം. ഇപ്പോൾ കുറച്ച് നമുക്ക് ഒരു വൈറ്റ് കളർ തോന്നും. അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്താക്കണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും കഴുത്തിലും പുറത്തിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുകയാണ്, ഇപ്പോൾ ഓൾറെഡി നല്ല ചൂടാണ്. അതിൽ കൂടെ ഇങ്ങനെ സിമ്പിൾ മേക്കപ്പ് ഇട്ടിട്ട് ചേച്ചി അവിടെ എത്തുമ്പോഴത്തേനും ഇതൊലിച്ച് പോയില്ലെങ്കിൽ ഭാഗ്യം എന്ന്. കാരണം നമ്മൾ ഈ ഒരു ചൂടിലൊക്കെ അത്യാവശ്യം ഹെവി ആയിട്ട് മേക്കപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒലിച്ച് പോകാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട് ഗൈസ്. അല്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം എ സിയിൽ നിൽക്കണം. ഇപ്പോൾ ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഓഡിറ്റോറിയത്തിൽ എത്തണം. അപ്പോഴൊക്കെ നല്ല ചൂട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഇതാ ബ്ലഷ് ഇട്ടു. ചേച്ചിക്ക് ബ്ലഷും ഹൈലൈറ്ററൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടാൻ. അതുപോലെ ലിപ്സ്റ്റിക്ക്, അത് രണ്ടും ഭയങ്കര ഇഷ്ടമായിട്ട് മൂപ്പരാൾ പറഞ്ഞു കേട്ടോ. അതൊക്കെ എനിക്ക് വേണമെന്ന്. പിന്നെ ഒന്നും ചെയ്യണില്ല. ഞാൻ ഐഷാഡൊക്കെ ഇട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട, എനിക്കിത് മാത്രം മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഹൈലൈറ്റർ ഇട്ടപ്പോൾ മൂപ്പരാൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതാണ് പറഞ്ഞു, ഓ നല്ല തിളക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒരാൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് കാണുമ്പോൾ ഉള്ളൊരു എക്സ്പ്രഷനൊക്കെയാണ് കേട്ടോ ചേച്ചി ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ബ്ലഷൊക്കെ ഇട്ട് കൊടുത്ത് ഹൈലൈറ്ററും ഇട്ട് കൊടുത്ത് പിന്നെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് പിന്നെ മൂപ്പരാൾക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ലിപ്സ്റ്റിക്ക് പിന്നെ ഞാൻ എൻ്റെ ഷെയ്ഡൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ ചേച്ചി എന്നെ സെലക്ട് ചെയ്തു. പിന്നെ ഞാനും ഒരു ഷെയ്ഡ് പറഞ്ഞു കൊടുത്തപ്പോൾ എന്നാൽ അത് ഓക്കെയാണ്, ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഹൈലൈറ്ററൊക്കെ ഇട്ട് ഇതാ ലിപ്പ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിപ്പ് ലൈൻ ചെയ്തിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നത് കേട്ടോ. എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനെ ലിപ്പ് ലൈൻ ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളത്. പക്ഷെ നമ്മളത് ലിപ്പ് ലൈൻ ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു വേറെ ഭംഗി തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ലിപ്പ് ലൈൻ ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴാണ് ഗൈസ് അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലിപ്പ് ലൈനൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇടാൻ നോക്കുക. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം ഇങ്ങോട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് പോണതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫിനിഷിങ് ആ ഒരു ഭംഗിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തിട്ട് തന്നെ ലിപ്സ്റ്റിക്ക് ഇടണം. ഓക്കെ, അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഇടാൻ കേട്ടോ. ലിപ്സ്റ്റിക്ക് ചേച്ചിക്ക് ഹെവി ആയിട്ട് ഇട്ടാലും ഒന്നും പ്രശ്നമില്ല, കാരണം ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ പിന്നെ ഫേസിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഷെയ്ഡ് തന്നെയായിരുന്നു ചേച്ചിക്ക് ഇട്ട് കൊടുത്തത്. ചേച്ചിയുടെ ഫേസിന് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പേഴ്സണലി, ചേച്ചിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതായിരുന്നു, പക്ഷേ മൂപ്പരാൾക്ക് അതിൽ വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മൾ സിമ്പിളായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എന്നല്ല, ഓൾമോസ്റ്റ് നമ്മുടെ ഫേസിലത്തെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ഇഷ്ടമായോ? നല്ല ഇഷ്ടമായി. എലഗന്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഷിയാനെ വിളിക്കണത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി എന്നും ഷിയാനെ വിളിക്കും. കൊറേ മേക്കപ്പും ഇല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല സുന്ദരിയുണ്ട്. താങ്ക് യു. അതിനുശേഷം ചേച്ചി എനിക്ക് നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിലിരുന്ന് ആടുകയാണ്. അപ്പോൾ ഓട്ടോ ചേട്ടൻ വരാൻ ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലാടുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് വേഗം ആമ്പ്രൂനെ കണ്ടാൽ മതി എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഞാൻ ഇരിക്കണത്. വർക്ക് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യണമാവോ എന്നുള്ളൊരു ഇതുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മാറി നിൽക്കല്ലേ, അല്ലെങ്കിൽ 24 മണിക്കൂർ നമ്മൾ അവരെ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതിച്ചിട്ടാണ് ഇരിക്കണത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ആമുറുവിനെ കണ്ടു. ഇതാ ഞങ്ങൾ രണ്ടാളും കൂടി കളിക്കണം കേട്ടോ. അപ്പോൾ ബോൾ കൊണ്ടാണ് കളിക്കണത്. ഇപ്പോൾ ബോളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ കളിക്കുകയാണ്. വീട്ടിലെത്തി ഞാനും ആമുറും കൂടിയിട്ട് കളിച്ചാണല്ലോ. അത് മമ്മ പറയാട്ടാ. മമ്മക്ക് തന്നെ തായോ. ഓ നല്ല കിടണോ? നോ. അപ്പം ഗൈസ് ചെറിയ വർക്കായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ. ഗസ്റ്റ് ലുക്ക് പറയുമ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നതാണ് കേട്ടോ. എൻ്റെ ഈ ഫ്രണ്ടിലത്തെ മുടി ഇങ്ങനെ ചുരുണ്ട് നിൽക്കും. ഞാനത് കുറച്ച് വലുതാവണം, എന്നാലാണ് അത് ശരിക്കും എടുക്കുള്ളൂ കേട്ടോ. ശരിക്കും എടുക്കുള്ളൂ. അത് വരെ ഇങ്ങനെ ചുരുണ്ട് നിൽക്കും. ചീച്ചി ഹായ് പറഞ്ഞ എല്ലാവരോടും. ഹായ് പറഞ്ഞ. ഹായ് പറയും. സംസാരിക്കും. ബൈ ഗൈസ്. അടുത്ത പരിപാടിയിൽ കാണാൻ പറയും. ബൈ ഗൈസ് പറഞ്ഞ. ബൈ. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സാപ്പി വർക്ക് കഴിഞ്ഞു വന്നു കേട്ടോ. സാപ്പി കുറച്ച് ദിവസമായിട്ടുണ്ട് ഉറങ്ങിയിട്ട്. പുലർച്ചെ പോണു. ഉറക്കൊന്നും അങ്ങോട്ട് തീരെ ശരിയാവണില്ല കേട്ടോ. ആമ്പ്രു ആണെന്നുണ്ടെങ്കിൽ സാപ്പിനെ കണ്ട സന്തോഷത്തിലാണ്. കാരണം പകലൊന്നും കാണില്ല. ആമ്പ്രു ഉറങ്ങിയതിന് ശേഷമാണ് സാപ്പി വരുന്നതും പോണതൊക്കെ. സാപ്പിനെ കണ്ടപ്പോൾ ആമ്പ്രു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കളിയാണ് കേട്ടോ. പക്ഷെ സാപ്പി ഇതൊന്നും അറിയണില്ല. സാപ്പി വന്ന് കുളി കഴിഞ്ഞ് കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. പരമാവധി ആമ്പ്രു നീപ്പിക്കാൻ നോക്കുന്നുണ്ട്. കടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഡാൻസ് കളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പാട്ട് പാടിയിട്ടാണെന്നുണ്ടെങ്കിലും. പക്ഷെ ക്ഷീണം കൊണ്ട് സാപ്പി അറിയണില്ല കേട്ടോ. അവിടുന്ന് എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ വരുന്നില്ല. സാപ്പിയുടെ അടുത്ത് ഇരിക്കന്നെ വേണം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കാരണം സാപ്പി ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ടി വി ഒക്കെ വെച്ച് കുറച്ച് നേരം ഹാളിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആമ്പ്രു കളിക്കണ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അയൺ ബോക്സ്, അതുപോലെ കാറിൻ്റെ കീ, പിന്നെ ആമ്പ്രുവിൻ്റെ ഷൂവ്, അരിപ്പ, ബ്രഷ്, അങ്ങനെയുള്ള ഐറ്റംസാണ് ആമ്പ്രു കളിക്കണത് കേട്ടോ. എത്ര ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും അതൊന്നും വേണ്ട, ഈ വക സാധനങ്ങളും മതി. പിന്നെ വേറെ 2 സാധനങ്ങളും കൂടി ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇങ്ങനത്തെ ഒരു ചട്ടിയും കയ്യിലോട്ട്. ഈ ചട്ടി ഇങ്ങനെ തിരിച്ച് കുറേ നേരം ഇരിക്കും.
അതിൽ ഇളക്കിയിട്ടൊക്കെ ഇങ്ങനെ കുറേ നേരം ഇരിക്കും കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കളിക്കട്ടെ വിചാരിച്ചിട്ട് ഞാനും അവിടെ ഇരിക്കും. അതിനുശേഷം നമ്മൾ എണ്ണപ്പലഹാരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വാങ്ങിച്ച് അത് കഴിക്കണ വീഡിയോ ഞാൻ എന്തോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അവിടുന്ന് പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആംബർ ഉറങ്ങി. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പോണത്. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള കടയിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇഷ്ടം പ്രകാരം വ്ളോഗിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. റാത്തിലേക്കാണ് നമ്മൾ വന്നേക്കണത്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. മന്തി കഴിക്കാൻ വിചാരിച്ച് വന്നതാണ്. ഇത് കുറച്ച് ദിവസമായിട്ടോ ഈ വ്ളോഗ് എടുത്തിട്ട് ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. അങ്ങനെ നമ്മളവിടെ ഇരുന്ന് മന്തി കഴിക്കാൻ വേണ്ടി വന്നിക്കാണ്. എനിക്ക് എന്താ അറിയില്ല, ഇപ്പോൾ ഈ ഇടയായിട്ട് മന്തി കഴിക്കൽ കുറച്ച് കൂടിയിട്ടുണ്ട്. ആദ്യം മടുത്തതായിരുന്നു, പക്ഷെ വീണ്ടും ആ ഒരു ഇഷ്ടം വന്നു തുടങ്ങിയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ മന്തി വന്നു. കുട്ടാപ്പ് കഴിക്കണില്ല കേട്ടോ. കുട്ടാപ്പിന് കഴിക്കാൻ പറ്റില്ല, കാരണം ചെറുതായിട്ട് വയറിന് പണി കിട്ടിയിരിക്കുകയാണ് ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്തൊന്നും നീ കഴിക്കരുതെന്ന്. അപ്പോൾ അവനവിടെ പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്നും പച്ചവെള്ളം പോലും പുറത്തുനിന്ന് വാങ്ങിച്ച് കുടിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് ജോബിൻ ചേട്ടനാണ്. അപ്പോൾ എന്തോ മൂപ്പരാളിനെ കളർ കൂട്ടണം എന്നൊക്കെ ഇരുന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ഈ മന്തിക്ക് വേറെ എന്തൊരു പേരുണ്ട് കേട്ടോ. ഇത് വേറൊരു തരം മന്തിയാണ്, ഇങ്ങനെ മസാലയൊക്കെ ഉള്ള പോലത്തെ ഒരു മന്തിയാണ് കേട്ടോ, നോർമൽ മന്തിയല്ല. അപ്പോൾ അതങ്ങനെ എടുത്ത് ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ചോറൊക്കെ എടുത്തു, ഇതാ സാലഡൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ആർഭാടത്തിന് കാണാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് മാത്രം കേട്ടോ. അതൊന്നും ഞാൻ അങ്ങനെ കഴിക്കൊന്നുമില്ല. സാലഡൊക്കെ കൂടുതൽ കഴിക്കുക സാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കഴിച്ചു നോക്കാം ഗൈസ് നമുക്ക് എങ്ങനെ ഉണ്ട് എന്ന്. പിന്നെ ഈ ഒരു ചിക്കൻ ആണെന്നുണ്ടെങ്കിലും വേറൊരു തരം ചിക്കനായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഈ മന്തിയുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് കഴിക്കാം. അത് കഴിക്കുമ്പോഴുള്ള ഒരു മനസ്സിലെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് വേറെ ഒന്നാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിച്ചു. ഞാൻ ജോബിൻ ചേട്ടൻ്റെ അടുത്ത് പറയണേ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അടിപൊളി എന്നൊക്കെ പറയണേ. അവിടെ ഇരുന്നിട്ട് എന്തോ ക്രിക്കറ്റ് കളിയൊക്കെ ഇരുന്ന് കാണുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ ചെറുതുരുത്തി പാലത്തിൻ്റെ അങ്ങോട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം വയറ് അത്യാവശ്യം നല്ല രീതിക്ക് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ പോയി നിന്ന് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആംബ്രു എന്തായാലും ഉറങ്ങല്ലേ, അപ്പോൾ ഞങ്ങളൊന്ന് അവിടെ പോയി നിന്നതാണ്. അപ്പോൾ ഇതാ പാലെത്തി. അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ നിൽക്കണത്. അപ്പോൾ വണ്ടികൾ പോകുമ്പോൾ ചെറുതായിട്ട് ആ പാലൊക്കെ ഒന്ന് ഇളകുണ്ട്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട്. പിന്നെ എനിക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തല കറങ്ങണം കേട്ടോ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, വെള്ളം കണ്ടിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ഇതുവരെ അങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല, പക്ഷെ എനിക്ക് എന്തോ കണ്ടപ്പോൾ അങ്ങനെ എന്തോ പോലെ. അങ്ങനെ പിന്നെ നമ്മൾ നിന്ന് വീട്ടിലേക്ക് പോവാണ്. അത്യാവശ്യത്തിലേറെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ ബൈ.